കമ്പനി ബോർഡ് LGS നമ്മുടെ കേരളത്തിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും എഴുതുവാൻ സാധിക്കുന്ന ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് പോസ്റ്റ് ആണ് കമ്പനി ബോർഡ് LGS. നിങ്ങൾ ഒരുപാട് പേര് ഇത്തവണത്തെ കമ്പനി ബോർഡ് LGSന് അപ്ലൈ ചെയ്ത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഒരുപാട് പേര് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് അഡ്വൈസ് വെയിറ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് PSC മെന്ററിൽ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം നിലവിലെ റാങ്ക് ലിസ്റ്റിൽ എത്ര അഡ്വൈസുകൾ പോയിട്ടുണ്ട്, ഇനി എത്രയൊക്കെ തന്നെ പോകാൻ ചാൻസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എത്ര വേക്കൻസികൾ റിപ്പോർട്ട് ആയിട്ടുണ്ട്, എത്ര അഡ്വൈസുകൾ നിലവിലത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നോക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. PSC റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ അപ്ഡേറ്റ്സും അതോടൊപ്പം തന്നെ 10th 12th ലെവൽ എക്സാംസിലേക്കുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അക്കാഡമിക് വീഡിയോസും നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ കമ്പനി ബോർഡ് LGS ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് പോസ്റ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 7ാം ക്ലാസ് മുതൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ വരെ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റ് ആണ്. അതിന്റെ ഏറ്റവും അധികം നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഇതെന്നുള്ള കാര്യം ഓർക്കുക. കേരള ഗവൺമെന്റിന് കീഴിലുള്ള പല കമ്പനികളിലേക്കും ബോർഡ്സിലേക്കും കോർപ്പറേഷനിലേക്കുമുള്ള LGS തസ്തികയിലേക്കുള്ള നിയമനങ്ങളാണ് ഈ ലിസ്റ്റിൽ നിന്ന് എടുക്കുന്നത്. നമ്മൾ നിലവിലത്തെ റാങ്ക് ലിസ്റ്റ് 2024 ജനുവരി 12 നിലവിൽ വന്നത്. 3 വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. അപ്പോൾ നോക്കുകയാണെങ്കിൽ 2027 ജനുവരി 12 വരെ ഈ റാങ്ക് ലിസ്റ്റിന്, നിലവിലത്തെ റാങ്ക് ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ട് എന്നുള്ള കാര്യമൊന്ന് ഓർക്കുക. നിലവിൽ 2612 വേക്കൻസികളാണ് ഈ ലിസ്റ്റിൽ നിന്ന്, അഡ്വൈസുകളാണ് ഈ ലിസ്റ്റിൽ നിന്ന് പോയിരിക്കുന്നത്. 2612. ഓർക്കുക, നമ്മുടെ ലിസ്റ്റ് തീരാൻ ഇനിയും 1 വർഷം കൂടിയുണ്ട്. 2027, ഇപ്പൊ 2026 ഫെബ്രുവരി ആയതേ ഉള്ളൂ. 2027 ജനുവരി 12 വരെയാണ് ലിസ്റ്റിന്റെ കാലാവധി. 1 വർഷം നമ്മുടെ മുൻപിലുണ്ട്. നിലവിൽ 2612 വേക്കൻസികൾ അല്ലെങ്കിൽ അഡ്വൈസുകളാണ് പോയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്രയധികം അഡ്വൈസുകൾ പോയ സ്ഥിതിക്ക് 1 വർഷത്തിനുള്ളിൽ തന്നെ ഇതിന്റെ ടോട്ടൽ അഡ്വൈസുകളുടെ എണ്ണം 3000-ലധികം ആകുന്നതിൽ യാതൊരു സംശയവുമില്ല. അവസാനത്തെ അഡ്വൈസ് പോയത് 2026 ജനുവരി 22 ആണെന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തേരെ. അപ്പോൾ ഓരോ കാറ്റഗറിയിൽ നിന്നും എങ്ങനെയാണ് അഡ്വൈസുകളുടെ സ്റ്റാറ്റസ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓപ്പൺ കാറ്റഗറി OCയിൽ മെയിലിൽ 2159 റാങ്ക് ഉള്ള ആൾക്ക് വരെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഫീമെയിൽ കാറ്റഗറിയിൽ നിന്ന് 2157 റാങ്കിന് വരെയാണ് അഡ്വൈസ് പോയത് എന്നുള്ള കാര്യം ഓർക്കുക. EWS കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറിയിൽ തന്നെയുള്ള അഡ്വൈസുകളാണ് പോയിരിക്കുന്നത്. EBT കാറ്റഗറിയിലാണെങ്കിലും അപ് ടു OC തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഷെഡ്യൂൾഡ് കാസ്റ്റ് SC കമ്മ്യൂണിറ്റിപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 97ാമത്തെ റാങ്കിന് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ഫീമെയിൽ കാറ്റഗറിയിൽ 94ാമത്തെ ആൾക്ക് വരെ റാങ്ക് അഡ്വൈസ് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ST കാറ്റഗറിയിൽ നിന്ന്, ഷെഡ്യൂൾഡ് ട്രൈബ് കാറ്റഗറിയിൽ നിന്ന് സപ്ലിമെന്ററി ലിസ്റ്റിൽ 127ാമത്തെ റാങ്കിന് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ഫീമെയിലിൽ 89ാമത്തെ റാങ്കിന് വരെ അഡ്വൈസ് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. മുസ്ലിം കാറ്റഗറി നോക്കുകയാണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 18ാമത്തെ റാങ്കിന് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ഫീമെയിലിൽ 15ാമത്തെ ആൾക്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ഇനി ലാറ്റിൻ കാത്തലിക്, ആംഗ്ലോ ഇന്ത്യൻ കാറ്റഗറി നോക്കുകയാണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 98 റാങ്കുള്ള ആൾക്ക് വരെ മെയിലിൽ പോയിട്ടുണ്ട്. ഫീമെയിലിൽ 75 വരെയാണ് പോയിരിക്കുന്നത്. OBC നോക്കുകയാണെങ്കിൽ 2152 അഡ്വൈസുകൾ പോയിട്ടുണ്ട്, റാങ്കിൽ നിന്ന് പോയിട്ടുണ്ട്. 2163 ഫീമെയിലിന്റെ അവസാനത്തെ റാങ്ക് വന്നിരിക്കുന്നത്. ദെൻ വിശ്വകർമ്മയിൽ നിന്ന് 2158 റാങ്കുള്ള ആൾക്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. 2413 ഫീമെയിൽ കാറ്റഗറിയിൽ പെടുന്നത്. SIUC നാടാർ കാറ്റഗറിയിൽ നിന്ന് 27ാമത്തെ റാങ്ക് വരെയാണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ പോയിരിക്കുന്നത്. സ്ത്രീകളിൽ 25ാമത്തെ സപ്ലിമെന്ററി ലിസ്റ്റിലെ റാങ്ക് വരെയാണ് അഡ്വൈസ് പോയത് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി SCCCയിൽ നിന്ന് എന്താണ് നോക്കുകയാണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ 42ാമത്തെ റാങ്ക് വരെ പോയിരിക്കുന്നു. ഫീമെയിലിൽ 47ാമത്തെ റാങ്ക് വരെയാണ് പോയത്. ഇനി ധീവര കമ്മ്യൂണിറ്റി നോക്കുകയാണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ 2nd റാങ്കാണ് പോയിരിക്കുന്നത്. ആൻഡ് 3501 ഫീമെയിൽ കാറ്റഗറിയിലുള്ള റാങ്ക് പോയത്. ദെൻ ഹിന്ദു നാടാറിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ 5ാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട്. ഫീമെയിലിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ 2ാമത്തെ റാങ്ക്. ഇനി DA കാറ്റഗറിയിൽ 28 LV പോയിരിക്കുന്നത്. സോ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 2612 അഡ്വൈസുകളാണ് ഈ ഒരു കമ്പനി ബോർഡ് LGSലേക്ക് തന്നെ ആയിട്ട് പോയത്. നമുക്കിനി അവസാനത്തെ അഡ്വൈസിന്റെ, അതായത് ജനുവരി 22 വന്ന അഡ്വൈസിന്റെ കാര്യങ്ങൾ നോക്കാം. OCയിൽ 596 അഡ്വൈസുകൾ വരെയാണ് പോയത്. ഈ ജനുവരിയിൽ റിപ്പോർട്ട് ചെയ്തതനുസരിച്ചിട്ടാണ് പുതിയ അഡ്വൈസ് പോയത്. അങ്ങനെ 597 അഡ്വൈസാണ് ടോട്ടൽ OC കാറ്റഗറിയിൽ നിന്ന്, ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് പോയിരിക്കുന്നത്. EWSൽ നിന്ന് 150 അഡ്വൈസാണ് ടോട്ടലി പോയിരിക്കുന്നത്. BCയിൽ 747 ടോട്ടൽ അഡ്വൈസുകൾ പോയിരിക്കുന്നത്. NJD 1072 ആൻഡ് LV 15, HI 16, LDCP
15 എന്നുള്ള കാര്യം ഓർക്കുക. അങ്ങനെ ആകെ മൊത്തം ടോട്ടൽ 2612 വേക്കൻസികൾ അഡ്വൈസുകളാണ് LGSന് പോയിരിക്കുന്നത്. ഇത് 2026 ജനുവരി 22 വന്ന അവസാനത്തെ നിലവിലുള്ള നിയമന നിലയുടെ ഏറ്റവും പുതിയ സ്റ്റാറ്റസ് പ്രകാരമുള്ള കണക്കാണ്. 2612 അഡ്വൈസുകൾ നിലവിൽ പോയി. ഞാൻ നേരത്തെയും പറഞ്ഞ പോലെ റാങ്ക് ലിസ്റ്റിന്റെ കാറ്റഗറി കഴിയാൻ നമുക്ക് മുമ്പിൽ ഇനി 1 വർഷമുണ്ട്. 2027 ജനുവരി 12 വരെ ഈ ഒരു ലിസ്റ്റിൽ എന്തുണ്ട്? ഈ ഒരു ലിസ്റ്റിന്റെ റാങ്ക് ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ തന്നെ ശുഭപ്രതീക്ഷയോട് കൂടി തന്നെ ഇരിക്കാം. റാങ്കിൽ എന്തായാലും ഒരു 3000-ലധികമുള്ള അഡ്വൈസുകൾ ഈ ഒറ്റ ലിസ്റ്റിൽ നിന്ന് തന്നെ പോകുവാൻ ചാൻസ് ഉണ്ട്. ഇത് നിലവിലുള്ളവർക്ക് മാത്രമല്ല, അടുത്ത എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ശുഭപ്രതീക്ഷയുള്ള ഒരു കാര്യമാണ്. കാരണം അടുത്ത ലിസ്റ്റിൽ നിന്നും ഇത്ര തന്നെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാം, ഇത്ര തന്നെ നിയമനങ്ങൾ നടക്കുവാനുമുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പ്രിപ്പറേഷനിൽ ഇരിക്കുന്നവർ കൃത്യമായിട്ട് തന്നെ പഠിക്കുക, നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. നമുക്കറിയാം, ഇപ്പം നമ്മൾ നിലവിലെ കേരള PSCയുടെ കട്ട് ഓഫിൻ്റെ ഒക്കെ തന്നെ കാര്യങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ LGS പോസ്റ്റിനാണെങ്കിലും LDCക്കൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ കട്ട് ഓഫ് ഉയരുന്നുണ്ട്. അപ്പം കൃത്യമായിട്ടൊരു പ്രിപ്പറേഷനും കൃത്യമായിട്ടൊരു സ്ട്രാറ്റജിയും ഇല്ലാതെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം PSC എക്സാം എഴുതിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് വിഷമകരമായ കാര്യം തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ. അപ്പം കൃത്യമായിട്ട് പഠിക്കുവാനും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നും PYQ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിനും ആവശ്യമായിട്ടുള്ളൊരു ഗൈഡൻസ് നിങ്ങൾക്ക് എല്ലാ ആസ്പിരൻസും തന്നെ ആവശ്യമാണെന്നുള്ള കാര്യം ഓർക്കുക. KS Mentorൽ നമ്മൾ കമ്പനി ബോർഡ് LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെബ്കോ LDC, യൂണിവേഴ്സിറ്റി LGS പോലെയുള്ള എക്സാംസിന് വേണ്ടിയുള്ള സ്പെഷ്യലൈസ്ഡ് കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നല്ല രീതിയിലൊരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ 2026 നന്നായി എക്സാം എഴുതി പുതിയ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ആ റാങ്ക് ലിസ്റ്റിലെ ഏറ്റവും ഉയർന്ന റാങ്ക് മേടിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. അപ്പം കൃത്യമായിട്ട് തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക, നല്ല രീതിയിൽ തന്നെ പഠിക്കുക. നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള കൃത്യമായിട്ടുള്ള PSC അപ്ഡേറ്റ്സ് അറിയുന്നതിനും നമുക്ക് എന്ത് പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളിലുള്ള നിങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുവാനും നമ്മുടെ PSC മെന്റർ ടെലിഗ്രാം ചാനലിൽ ഒന്ന് ഫോളോ ചെയ്തേരെ. ചാനലിന്റെ ലിങ്ക് നമ്മളിവിടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും പ്രിപ്പറേഷൻ നല്ല രീതിയിൽ നടക്കട്ടെ. നമുക്കിനി അടുത്ത വീഡിയോമേ കാണാം. താങ്ക് യു സോ മച്ച്.